എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഏഴാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വലിയ ഹാങ്ങിങ് ബ്രിഡ്ജും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. ഒരു അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ഏഴാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. പാർക്കിംഗ് ഫീസുണ്ട്. അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ട് ബാലൻസ് മേടിക്കാതെ തിരിച്ചു പോന്നപ്പോഴാട്ടോ ആ ചേച്ചി പിടിച്ച് നിർത്തിയത്. ഓണം ആയതുകൊണ്ട് തന്നെ പിന്നെ പിള്ളേർക്കൊക്കെ അവധി ആയതുകൊണ്ട് തന്നെ നിറച്ച ആൾക്കാരാട്ടോ. എല്ലായിടത്തും തിരക്കുകളാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഈ കാണുന്നത് അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു ഭാഗമാണ്, ആ പുഴയുടെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഏറുമാടം പോലെ ഇവർ പണിതിട്ടുണ്ട്. ഈ ഫസ്റ്റിൽ നമ്മൾ കയറി വരുമ്പോൾ എൻട്രിയിൽ തന്നെ ഒരു ആർച്ചിൽ ഇങ്ങനെ ഏഴാറ്റുമുഖം സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ കയറി നിൽക്കുന്നത്. ഇവിടെ ഒരാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പുള്ളീനെ എന്തായാലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ കാണുന്നത് കാർ പാർക്കിംഗ് ഏരിയ കേട്ടോ. കാർ പാർക്കിംഗ് പിന്നെ നമ്മൾ കയറി വന്ന എൻട്രിയാണ് ഈ കാണുന്നത്. ഒരു ഏർവാടം പോലെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് മെയിനായിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാർ പാർക്കിംഗ് ആട്ടോ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് നല്ല വിശാലമായിട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാം. ബ്രിഡ്ജിനടുത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കാറിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാർ ചില കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ബ്രിഡ്ജിനടുത്തേക്ക് പതുക്കെ നീങ്ങാമെന്ന് കരുതി. മെയിൻ
സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബ്രിഡ്ജിൻ്റെ താഴെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ബ്രിഡ്ജിലേക്ക് കയറുവാണ്. അപ്പോൾ എനിക്കിവിടെ വരുന്ന ആളുകളോട് പറയാനുള്ളത്, ബ്രിഡ്ജിന് അത്യാവശ്യം നല്ല കയറുമ്പോൾ അത്യാവശ്യം നല്ല ആട്ടം ഉണ്ട് എന്നാണ് കയറിയ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. ഞാനിതുവരെ കയറിയിട്ടില്ല. ഈ ഹൈറ്റൊക്കെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടല്ലോ, ഹൈറ്റ് കയറി കഴിയുമ്പോൾ തല കറങ്ങുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. ഓക്കെ, ഇനി ബ്രിഡ്ജിന് മുകളിൽ കയറിയതിന് ശേഷമുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഓപ്പോസിറ്റ് സൈഡിലെത്തിയിരിക്കുക കേട്ടോ. നടന്ന് വലിയ കുഴപ്പമില്ല, ഒത്തിരി ആൾക്കാരുണ്ട്. എന്തായാലും സംഗതി കൊള്ളാം, അടിപൊളി. ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇനി നേരെ പോകുന്നത് അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.